വരാനുള്ള കാരണമായി. പിന്നെയോ ദീന്, ദേശം, സമുദായം, ഇതിലുള്ള ആദർശബോധമില്ലാതായി. ഇപ്പം പറഞ്ഞല്ലോ, മുസൽമാനായി നിന്നിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടിയല്ലോ ഇവിടെ. ഈ പാട്ട് പാടിച്ചതാരാ? നീ ഇത് ഇവിടെ പാടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. നീ ഈ പാടാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നീ പോയിക്കോ, 4 ആൾക്ക് പോകാനുള്ള വഴി വെച്ചിട്ടുണ്ട് ഇതിലെ. ഇത് ബാഫക്ക് തങ്ങൾ പഠിച്ച പാട്ടാ. ഇത് പൂക്കോയും ബാഫക്ക് തങ്ങളും അവരെ തീ നടപ്പിലാക്കാനുള്ള വയറുണ്ട്. നിനക്ക് തോന്നിയത് പറഞ്ഞ വയറല്ലത്. ഇത് അള്ളാന്റെ ആരിഫ്യങ്ങൾ, പൂക്കോയ തങ്ങൾ പാപ്പയും ബാഫക്ക് തങ്ങൾ പാപ്പയും ഇവിടെ നടത്തിയ ഇസ്ലാമരമുണ്ട്. കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു പരിപാടിക്ക് ആര് എന്നാലും ആദ്യം ഷിഹാബിനെ വിളിച്ചിട്ടുണ്ടോന്നായിരുന്നു ചോദിച്ചിരുന്നത്. മുഹമ്മദ് ഷിഹാബ് സമസ്തന്റെ പ്രസിഡന്റ് അല്ല, ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് ദീൻ ഡാട്ടിയൊക്കെ അവർക്ക് അത്രയും കണ്ടിട്ടുള്ളൂ. എന്നാൽ ആളുകൾ പറ്റിച്ചിട്ടില്ലേ, അത് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഒറ്റ വഴിയുള്ളൂ, ശുദ്ധമായ വഴിയാണ്. പറ്റിച്ചോ പറ്റിപ്പോവും, അല്ലാതെ അവർക്കൊന്നും പറ്റൂല. അവരൊരൊറ്റ വഴി പോയതാണ്. അങ്ങനെയാണ് സമസ്തയുടെ പ്രസിഡന്റിനെ ഒരു പരിപാടിക്ക് വിളിച്ച് ആദ്യം ചോദിക്കുക, ഷിഹാബിനെ വിളിച്ചിട്ടുണ്ടോ? ഷിഹാബ് ദ്വാർന്നോട്ടെ എന്നാ പറയുക. ഒരു സദസ്സിൽ തങ്ങൾ സമ്മതം കൊടുത്താലേ ബഹുമാനപ്പെട്ട കണ്യത്ത് അഹമ്മദ് മുസ്ലിം ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ആരിഫ് ദ്വാർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെ വഴിയാണത്. അപ്പൊ ഈ വഴി ഇവിടെ മടക്കി കൊണ്ടുവരില്ല നമ്മളെ ലക്ഷ്യം. അതിനെന്ത് വേണം? ആദ്യം നമ്മളെ പ്രസ്ഥാനങ്ങളിൽ അഭിമാനം വേണം. അങ്ങനെയാണ്. ഞാൻ സമസ്തയുമാണ്, ലീഗുമാണ്, ഇത് രണ്ടും ഔലിയാക്കളെ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിരുന്നു. ആര്? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നാളെ മുതൽ ഈ വരണ്ടടോ, ഈ വരണ്ട ആവശ്യം എനിക്കെന്താ. ഇത് ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിം പറഞ്ഞതാ. ഞാൻ ലീഗുകാരെ നിങ്ങളെ കാലിച്ചായ പിടിക്കാനല്ല ഇത് പറയുന്നത്. നിങ്ങളെ കാലിച്ചായ എനിക്ക് വേണ്ട ആവശ്യമില്ല. അള്ളാഹു ഒരുപാട് ഞാമത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ ആ ചാപ്പനങ്ങാടിയുടെ കൂട്ടത്തിൽ മുസ്തഫ നബിയിലേക്ക് പോകാനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് നമുക്ക് മറക്കാൻ പാടില്ല. ഇത് നമുക്ക് വല്ല അഭിമാനമുണ്ടോ? നമുക്ക് ഏത് പാർട്ടിയാണോ എവിടെയാണോ ലാഭം ആ പാർട്ടിയിൽ നമ്മളാണ് പോകും. നമുക്ക് വല്ല അസിലുണ്ടോ? നമ്മൾ ഏതെങ്കിലും പാർട്ടി ഉറപ്പുണ്ടോ? നമുക്ക് എവിടെയാണോ ലാഭം അവിടെ പോകും. അന്ന് രാവിലെ ലീഗാവും, 10 മണിക്ക് കോൺഗ്രസ് ആവും, ഉച്ചക്ക് ദേളാവും, വൈകുന്നേരം പൂച്ചയാവും, രാത്രി ആനയാവും. അങ്ങനെ പോകും. ദേളും പൂച്ചയും ആനയൊക്കെ ആയിട്ടാണ് പോകും. ഒരു ഉറപ്പൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഇലാഹ ഇല്ലല്ലാഹു. നെടുഞ്ചഴിയൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് തമിഴ്നാട്ടിൽ പറഞ്ഞിരുന്നു. 63 വട്ടം പാർട്ടി മാറി. അങ്ങനെ കുറെ നേതാക്കളും ഇവിടെയും ഇപ്പം ബർസഖിൽ നിൽക്കുന്ന നേതാക്കന്മാർ വരെ ഇപ്പൊ കേരളത്തിലുണ്ട്. വയലിൽ ആറാഫി റിജാൽ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ദുനിയാവിലല്ല ആഖിറത്തിലല്ല എവിടെ എത്തിയെന്ന് ഓർമ്മയില്ല. അങ്ങനെയൊക്കെയുള്ള നേതാക്കളുടെ നാടാണ് ഇപ്പോൾ കേരളം. അപ്പൊ ആ ജാതി കോലത്തിൽ ആദർശവാദികളായ മുസ്ലിമീങ്ങളും പെട്ടുപോയി. ഈ ആദർശങ്ങൾ ഉണ്ടെങ്കിലേ ഈ പാട്ടിനൊക്കെ അസിലുള്ളൂ. ആദർശമല്ല പിന്നെന്ത് പാട്ടാ? പിന്നെ ആരെ പാടാൻ പറ്റുള്ളൂ? കൽബാണ് ഫാത്തിമ, കാലാണ് ഫാത്തിമ, തലയാണ് ഫാത്തിമ. ഇതിങ്ങനെ പറയാ. ഇപ്പം പറഞ്ഞ ഫാത്തിമ ഇത് ഏറ്റവും വലിയ ആഭാസ. ആ പാട്ട് തന്നെ ഹബീബ റസൂലുള്ളാഹിന്റെ കുരുത്തക്കേട് സംഭവിക്കും. കൽബാണ് ഫാത്തിമ എന്ന ഇന്നിറങ്ങിയ ചില കാസറ്റുകൾ ഉണ്ടല്ലോ, അത് ഫാത്തിമ ബീവിയെ പറ്റിയിട്ടുള്ള അവതരണമാണ്. അത് ആ പാട്ട് മാത്രം മതിയാവും സൂൽ ഖാത്തിമക്ക് ചീത്തയായി മരിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരെപ്പച്ച ഈ പറയുന്നത്? ആരെപ്പച്ച ഈ വൃത്തികേട് എഴുതിയത്? വളരെ നമ്മൾ ചിന്തിക്കണം. ഈ കുട്ടികൾ ഇന്നലെ കുറേ പാട്ട് കൊണ്ടപ്പോൾ ഖദീജ ബീവിയെ പറ്റിയൊക്കെ ഉണ്ട്. ഞാൻ ആ പാട്ട് മുഴുവൻ എഡിറ്റ് ചെയ്തു. അത് വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഖദീജ ബീവിയെ പറ്റി പാടുന്ന രൂപത്തിൽ പാടണം, മുൻഗാമികൾ പാടുന്ന രൂപത്തിൽ. അതിന് ഇക്കളിപ്പെടുന്ന തെച്ചുണ്ടാവാൻ പാടില്ല. അത് ഖദീജ ബീവി റസൂലുള്ളാഹിനെ പ്രേമിച്ചു എന്നൊരു വർത്താനിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് സ്വാഭാവികമായ വിവാഹമാണ്. അതിനപ്പുറയിൽ ഒന്നുമില്ല. ഇത് കേട്ടാൽ എന്താണെന്നറിയില്ല, ദുനിയാവുള്ള എല്ലാ കല്യാണം പിന്നെ ബസ് സ്റ്റാൻഡിലെ പ്രേമങ്ങൾക്കും കാരണക്കാരാവുകയാണ് ആര്? ഖദീജ ബീവിയാണ് പ്രസന്റ് ചെയ്യുമ്പോഴത്തിന് പ്രേമിക്കാന്ന് വരിക. പിന്നെ ഏത് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും പ്രേമിക്കാൻ വേണ്ടി കാത്തിക്കുന്ന ശൈലിയാണ് പിന്നെ ഉണ്ടാവുന്നത്. ഈ കുട്ടികളുണ്ടെന്ന പാട്ടിലുണ്ടായിരുന്നു. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയേ. എന്തുകൊണ്ട്? നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പൂമോളെ പൊന്മോളെ എന്ന് പറയുമ്പോഴത്തിന് അതല്ല മാപ്പിളപ്പാട്ട്. അതായത് അതിൻ്റെതായ ഈ ഹയ ഇല്ലാത്ത മനുഷ്യൻ എന്താ? ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്യാം. എന്താ പറഞ്ഞത്? ലജ്ജയില്ലെങ്കിൽ പിന്നെ തോന്നിയത് ചെയ്യാം. മനുഷ്യന് നാണുണ്ടായതുകൊണ്ടാണ് പലതും ചെയ്യാതിരിക്കുന്നത്. ലജ്ജ ഇല്ലാതായത് എന്താ? ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ലജ്ജയില്ലാത്തവർക്ക് തോന്നിയത് ചെയ്യാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ ലജ്ജ അതിൻ്റെ അടിസ്ഥാനമാണ്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. വില കുറഞ്ഞ കാമകേളികൾ കയറ്റിക്കൂട്ടി, വില കുറഞ്ഞ കാമകേളി, വൃത്തികെട്ട കാമകേളികൾ. ഇതൊക്കെ സത്യത്തിൽ മാപ്പിളപ്പാട്ടല്ല. അത് ബഹുമാനപ്പെട്ട സത്യതയെ നശിപ്പിക്കുകയും അവർക്കൊക്കെ ആ മാപ്പിളപ്പാട്ട് മതിയാകും കുരുത്തക്കേടിന്. കാരണം ഇത് ആരിഫീങ്ങളുടെ സിദ്ധാന്തമായിരുന്നു. ഇത് മുത്തഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും വഴിയായിരുന്നു. ആ വഴിയിൽ പഴച്ചുപോയതിന് മാത്രം മുസ്ലിം സമുദായം തകരാൻ കാരണമായി. അതുകൊണ്ട് എന്താ പരിഹാരം? തസവുഫും ത്വരീഖത്തും ഈ പാട്ടുകളൊക്കെ നമ്മൾ മടക്കി കൊണ്ടുവരിക. കല്യാണ സദസ്സുകളിലൊക്കെ റസൂലുള്ളാഹിനെ പറ്റി പാടുന്ന പാട്ടുകൾ എല്ലാം
OB വിജയന് ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയപ്പോൾ അതിൽ മൊല്ലാക്കാൻ്റെ മകളെ കല്യാണത്തിന് പോകുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് ഞാൻ അന്ന് ഒരു 20 കൊല്ലം മുമ്പാണ് ഞാൻ ആ പുസ്തകം വായിച്ചത്. അന്ന് എനിക്ക് തോന്നി മാപ്പിളമാരെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കല്യാണ പാട്ട് പാടുക. ഒറ്റയാൽ പാട്ട് പാടുന്നത് റസൂലുള്ളാഹിനെ പറ്റിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ OB വിജയൻ എന്ന ദാർശനികനായ നോവലിസ്റ്റിൻ്റെ പോലും മനസ്സിൽ മുസ്ലിമീങ്ങളെ കല്യാണപ്പാട്ട് പറഞ്ഞ മുഹമ്മദ് നബിയെ പറ്റിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നല്ല കോൽക്കളികൾ, ചിലമ്പുണ്ടായാലും അതൊക്കെ വേറെയുള്ള ചർച്ചകൾ, ഞാൻ ആ ചർച്ചയിലേക്കൊന്നുമില്ല. നല്ല കോൽക്കളികൾ, കോൽക്കളി, അറബനമുട്ട് എന്നൊക്കെ നമ്മളെ രീതി, ദഫ്മുട്ട്. മുസ്തഫ റസൂലുള്ളാഹി طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മനുഷ്യൻ ചെവി മുളച്ച് കേട്ട ഏറ്റവും മനോഹരമായ പാട്ട് ആ പാട്ടാണ്. എന്തുകൊണ്ട്? അതതിൻ്റെ ശാബ്ദിക സൗന്ദര്യത്തെക്കാൾ ആശയ സൗന്ദര്യമാണ്. അതിൻ്റെ ഉദാത്തമായ ഹൃദയം, അതിൻ്റെ ഉദാത്തമായ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് പ്രധാനം. ഈ ആത്മീയമായ നട്ടല്, ഹബീബായ നബിയോടുള്ള ഹുബ്ബ്, ബദരീങ്ങളും ഹദീങ്ങളോടുള്ള ഹുബ്ബ്, ഇതൊക്കെ നമ്മളോട് മടക്കി കൊണ്ടുവരിക. ഇശാ മഗ്‌രിബിൻ്റെ അവിടെ വീടുകളിൽ ഇത്തരം ചരിത്രങ്ങൾ വായിക്കലും പറയലും പതിവാക്കുക. ഇതൊക്കെ മുസ്ലിം സമുദായത്തിന് നമ്മളതൊക്കെ മടക്കി കൊണ്ടുവരിക. ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആ പ്രവർത്തനത്തിൽ നിന്ന്, വ്യതിയാനത്തിൽ നിന്ന് അസ്ലായ ഉദാത്തമായ കലയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിത്രം ഉദാത്താണ്, ചിത്രകല മനോഹരാണ്. പടച്ചോന സൃഷ്ടികളുടെ കൂട്ടത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി, ചിത്രകലയുടെ ബേസാണ് ചിത്രകല. التين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. കലാസൗന്ദര്യം, മനോഹരമായ കലാസൗന്ദര്യം, അതാണ് പറഞ്ഞത്. ആ അടുത്ത കൊല്ലം നമുക്ക് പറയാം ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന് ഒരു പുതിയ പഠനം നടത്തുക. ഞാനൊരു പഠനത്തിൻ്റെ മിത്തുകൾ തന്നിരിക്കുകയാണ്. ഇനി ആയിരക്കണക്കിന് പഠനങ്ങൾക്കൊരു ഇതൊരു വാതിൽ തുറക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പഠനത്തിൻ്റെ മിത്ത് ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിലൂടെ ഇനി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ച് സഞ്ചരിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വരും കാലങ്ങളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൽ നിന്ന് ഉദാത്തമായ തസവുഫി ചിന്തകളും മദ്ഹ് കീർത്തനങ്ങളും മാലപ്പാട്ടുകളും ഒക്കെ നമ്മളെ നാട്ടിൽ മടങ്ങി വരണം. അത് നമ്മളാകുന്ന സുന്നികൾ കൈയഴിച്ചാൽ സമുദായത്തിൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞുപോയ എല്ലാ മുത്തഖീങ്ങൾക്ക് വേണ്ടിയും ആരിഫീങ്ങൾക്ക് വേണ്ടിയും ഇലാ ഹളറത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم استسقى الغمام بوجه الكريم وعلى آله وصحبه في كل لحمة ونفس بعدد كل معلوم لك. اللهم اوصل مس ثواب ما قرأناه وما صليناه بعد القبول منا إلى حضرة روح نبينا شفيعنا حبيبنا محمد المصطفى صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته شفاعته مرافقته ريوته في الدين والدنيا والآخرة. اللهم انفعنا بمحبته ووفقنا لاتباعه وتوفنا على ملته واشرنا في زمرته يا رب